സഞ്ജു സാംസൺ, തിലക് വർമ്മ ഒരു ഡെഡ്ലി കോംബോയാണ് ഇന്ത്യക്ക് ഇന്നലത്തെ മത്സരത്തിൽ ലഭിച്ചത്. തമ്മിലടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അടിക്കാൻ വേണ്ടി തമ്മിലടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഹാർദിക്, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ തുടങ്ങിയവർക്ക് വേണ്ടി ഹോംവർക്ക് ചെയ്തു വന്ന ദക്ഷിണാഫ്രിക്ക തിലക് വർമ്മയ്ക്ക് ഒരുപക്ഷെ അത്ര പ്രാധാന്യം കൊടുത്തു കാണില്ല. അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു. സാധാരണ ബെസ്റ്റ് ഫീൽഡേഴ്സായ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ ഇന്നലെ നിർണായകമായ മത്സരമായിട്ട് കൂടി ക്യാച്ചുകൾ ധാരാളം മിസ്സാക്കുന്നതാണ് കണ്ടത്. സഞ്ജു ഇനി ഇന്ത്യയുടെ T20 സ്ഥിരം ഓപ്പണറാകുമോ? ആയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വിരാട് കോഹ്ലി ഒരു 6 അടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കൗതുകം സഞ്ജു അടിക്കുമ്പോൾ തോന്നാറില്ല. കാരണം സഞ്ജു സിംഗിൾ എടുക്കുന്ന ലാഘവത്തോടെയാണ് 6 അടിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടാനും പാടാണ്. അതിനാൽ തന്നെ ജയ്സ്വാൾ, പന്ത് തുടങ്ങിയവർ തിരിച്ചു വന്നാൽ സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത T20 ഇനി ജനുവരിയിൽ ഇംഗ്ലണ്ടുമായുള്ള 5 മത്സര പരമ്പരയാണ്. ഇന്നലത്തേത് ദക്ഷിണാഫ്രിക്ക മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. മാർക്കോ യാൻസൺ ഒഴിച്ച് മറ്റാർക്കും IPL താരലേലത്തിൽ നേട്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് കരുതുന്നില്ല. അമ്മാതിരി അടിയാണ് ദക്ഷിണാഫ്രിക്കൻ ബോളേഴ്സിന് കിട്ടിയത്. 23 സിക്സാണ് ഇന്നലെ ഇന്ത്യ അടിച്ചത്. ഏകദേശം 4 ഓവറുകൾ 6 മാത്രം. 17 4, ഏകദേശം 3 ഓവർ 4 മാത്രം. ചുരുക്കി പറഞ്ഞാൽ 7 ഓവറുകൾ ബൗണ്ടറി മാത്രം ഇന്ത്യ അടിച്ചു. T20 ലോകകപ്പ് ഫൈനലിൽ ഏറ്റ മുറിവിൻ്റെ ആഴം ഇന്ത്യ കൂട്ടിക്കൊടുത്തു, അത്രമാത്രം. ക്ലാസനും മില്ലറും നാട്ടിൽ പരാജയമായത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. മാക്രത്തിനും കാര്യമായി ഒന്നും ചെയ്യാനായില്ല. റബാദയും നോർക്കയും ഇല്ലാത്ത സൗത്ത് ആഫ്രിക്കൻ ബോളിംഗ് ദുർബലമെന്ന് പറയണം. ആകെ ആശ്വാസം മാർക്കോ യാൻസനും സ്റ്റബ്സും പിന്നെ ബാറ്റിങ്ങിൽ കോട്സെ കാണിച്ച മാസും മാത്രമാണ്. ഡീകോക്കിൻ്റെയൊക്കെ വില സൗത്ത് ആഫ്രിക്ക ഇപ്പോഴാണ് അറിയുന്നത്. ആശ്വാസജയം കിട്ടിയ 2ാം മത്സരത്തിലും ആധികാരികമായ ജയം അവർക്ക് അവകാശപ്പെടാനില്ല. ഭാഗ്യത്തിന് ജയിച്ചു. ആവേശിക്കാനും സമ്മർദ്ദം താങ്ങാനാകാതെ വന്നതാണ് പ്രധാന കാര്യം. ഇന്ത്യക്കാകട്ടെ 4 സെഞ്ചുറികളാണ് ഈ പരമ്പരയിൽ ഉണ്ടായത്. അത് സഞ്ജുവും തിലകും പങ്കിട്ടെടുത്തു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയും. അത് സ്വാഭാവികം. എന്തായാലും വയസ്സൻ പടം മാറിക്കൊടുത്തപ്പോൾ സെഞ്ചുറികളുടെ പെരുന്നാളാണ് എന്നത് സത്യം. വരുൺ ചക്രവർത്തിയും ബിഷ്ണോയും ഇനി സ്പിൻ വിഭാഗം ഭരിക്കും. ഹർഷദീപും താൻ ടീമിന് അനിവാര്യമാണെന്ന് തെളിയിച്ചു. റിങ്കുവും ക്യാപ്റ്റൻ സൂര്യയും മാത്രമാണ് നമ്മളെ നിരാശപ്പെടുത്തിയത്. ഏതായാലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ആശ്വസിക്കാം, ഒരു കളിയെങ്കിലും ജയിച്ചല്ലോ.